കഷ്ടമുണ്ട് കോൺഗ്രസെ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഫലമായുള്ള ഇന്ധന പ്രതിസന്ധിയെ രാജ്യം ഫലപ്രദമായി നേരിടുമ്പോൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അതിന് തുരങ്കം വയ്ക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള തരംതാണ രാഷ്ട്രീയ കളിയാണ് കോൺഗ്രസ് നടത്തുന്നത്. സാമ്പത്തികമായി രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് വിളിക്കുന്നതിൽ അഭിമാനം കാണുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതേ മാനസികാവസ്ഥയാണ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. മോദി സർക്കാർ സ്വീകരിച്ച നയങ്ങളും നിലപാടുമാണ് ലോകരാജ്യങ്ങൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ ഇന്ത്യയെ സുരക്ഷിതമാക്കുന്നത്. ആവശ്യത്തിന് ഇന്ധന കരുതൽ ശേഖരം നമ്മുടെ പക്കലുണ്ട്. റഷ്യയുൾപ്പെടെ 40ഓളം രാജ്യങ്ങളിൽ നിന്നും എണ്ണയെത്തുന്നു. നയതന്ത്ര ഇടപെടലിന്റെ ഫലമായി ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിനിടയിലും ഇറാൻ ഇന്ത്യക്കായി തുറന്നു നൽകുന്നു. പക്ഷേ രാജ്യം പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് കോൺഗ്രസിന് സഹിക്കില്ല. 1991 ഗൾഫ് യുദ്ധ സമയത്ത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ അന്ന് ഭാരതം സാമ്പത്തികമായി തകർന്നതുപോലെ 2026 സംഭവിക്കുമെന്ന് അവർ കിനാവു കാണുന്നു. അതിനായി അഹോരാത്രം പണിയെടുക്കുന്നു. കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾക്ക് തെറ്റി. BJP NDA സർക്കാരിന് കീഴിൽ മോദി എന്ന നേതാവിന്റെ നേതൃത്വത്തിന്റെ കരുത്തിൽ ഈ രാജ്യം സുരക്ഷിതമായിരിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുക തന്നെ ചെയ്യും.